പ്രിയമുള്ളവരെ, ലോഗോസ് 2024 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രഭാഷകൻ്റെ പുസ്തകം 34 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്കെല്ലാവർക്കും പങ്കെടുക്കാം. വലിയ വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. സ്വപ്നങ്ങൾ ചിറകു നൽകുന്നത് ആർക്ക്? ഉത്തരം ഫോഷന്മാർക്ക്. ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാകുന്നത്? ഉത്തരം അവിവേകിയുടെ. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെ പിടിക്കുന്നവനെ പോലെയാണ്? ഉത്തരം നിഴലിനെ. ശകുനം, നിമിത്തം, സ്വപ്നം ആരുടെ ഭാവനയാണ്? ഉത്തരം ഗർഭിണിയുടെ. അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്ത്? ഉത്തരം സ്വപ്നങ്ങൾ. സത്യസന്ധമായ ചുണ്ടുകളിൽ എന്തിൻ്റെ പൂർണ്ണതയാണ് ലഭിക്കുന്നത്? ഉത്തരം വിജ്ഞാനത്തിൻ്റെ. വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? ഉത്തരം അനുഭവ സമ്പന്നൻ. അറിവ് കുറയുന്നത് ആർക്കാണ്? ഉത്തരം അനുഭവ ജ്ഞാനമില്ലാത്തവന്. കഴിവുറ്റവനാകുന്നത് ആരാണ്? ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ. മാരകമായ അപകടങ്ങളിൽ പെട്ടപ്പോൾ എന്നെ രക്ഷിച്ചത് എന്താണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അനുഭവജ്ഞാനം. ദൈവഭക്തൻ്റെ പ്രത്യാശ ആരിലാണ്? ഉത്തരം അവൻ്റെ രക്ഷകനിൽ. ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? ഉത്തരം ദൈവഭക്തൻ്റെ. അധീരനാവുകയോ ഭീരുത്വം പ്രകടമാക്കുകയോ ചെയ്യാത്തവൻ ആരാണ്? ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ. ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമായത്? ഉത്തരം ദൈവഭക്തൻ്റെ. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് എന്തു ചെയ്യുന്നു? ഉത്തരം കടാക്ഷിക്കുന്നു. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് പ്രകാശിപ്പിക്കുന്നത് എന്തിനെ? ഉത്തരം കണ്ണുകളെ. അന്യായമായ സമ്പത്തിൽ നിന്നുള്ള ബലി എന്താണ്? ഉത്തരം പങ്കിലമാണ്. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം നിയമനിഷേധകൻ്റെ. ആര് അർപ്പിക്കുന്ന ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യില്ല എന്ന് പറയുന്നത്? ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെ പോലെയാണ്? ഉത്തരം പിതാവിൻ്റെ മുൻപിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെ. ദരിദ്രൻ്റെ ജീവൻ എന്താണ്? ഉത്തരം അവൻ്റെ ആഹാരം. ആരുടെ ആഹാരം അപഹരിക്കുന്നവനാണ് കൊലപാതകി എന്ന് പറയുന്നത്? ഉത്തരം ദരിദ്രൻ്റെ. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ്? ഉത്തരം രക്തച്ചൊരിച്ചിലാണ്. നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് ഡാഷ്. ഉത്തരം നിയമം പാലിക്കുന്നത്. സമാധാന ബലിക്ക് തുല്യമായത് എന്ത്? ഉത്തരം കൽപ്പനകൾ അനുസരിക്കുന്നത്. ധാന്യബലിക്ക് തുല്യമായത് എന്ത്? ഉത്തരം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത്. കൃതജ്ഞതാ ബലിക്ക് തുല്യമായത് എന്ത്?
ഉത്തരം ഭിക്ഷ കൊടുക്കുന്നത്. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്ത്? ഉത്തരം നീതിമാന്റെ ബലി. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്ത് കാട്ടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഉത്തരം മുഖം വാടരുത്. അനീതി വർജിക്കുക ഏത് ബലിയാണ്? ഉത്തരം പാപപരിഹാര ബലി. ദശാംശം കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഉത്തരം സന്തോഷത്തോടെ. കർത്താവ് പ്രതിഫലം എത്ര ഇരട്ടിയായി നൽകും എന്നാണ് പറയുന്നത്? ഉത്തരം 7 ഇരട്ടിയായി. കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ്? ഉത്തരം പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ. ഏത് ബലിയിൽ ആശ്രയിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അനീതിപൂർവകമായ ബലിയിൽ. കർത്താവ് അവഗണിക്കാത്തത് എന്തെല്ലാമാണ്? ഉത്തരം അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത്? ഉത്തരം കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ. മേഘങ്ങൾ തുളച്ചു കയറുന്നത് ആരുടെ പ്രാർത്ഥനയാണ്? ഉത്തരം വിനീതൻ്റെ. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകുന്നതാര്? ഉത്തരം അത്യുന്നതൻ. ആരുടെ ചെങ്കോലാണ് കർത്താവ് തകർത്ത് കളയുന്നത്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കർത്താവിൻ്റെ കരുണ ആശ്വാസമാകുന്നത് എപ്പോൾ? ഉത്തരം കഷ്ടതയിൽ. അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് നശിപ്പിക്കേണ്ടത് ആരെ? ഉത്തരം ശത്രുവിനെ. ഏതു ഗോത്രത്തെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ നൽകുകയും ചെയ്യണമെന്നാണ് പറയുന്നത്? ഉത്തരം യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. ആദ്യജാതനെ പോലെ ദൈവം പരിഗണിച്ചത് ആരെയാണ്? ഉത്തരം ഇസ്രായേലിനെ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരമെന്ന് പറയപ്പെടുന്ന നഗരമേത്? ഉത്തരം ജെറൂസലേം. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട എന്ത് പൂർത്തിയാക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം പ്രവചനങ്ങൾ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്തു നൽകണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പ്രതിഫലം. നാവ് കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ വ്യാജവാക്ക് തിരിച്ചറിയുന്നത് എന്ത്? ഉത്തരം സൂക്ഷ്മ ബുദ്ധി. ദുഃഖം വിതയ്ക്കുന്നത് ആരാണ്? ഉത്തരം കുടിലബുദ്ധി. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിന് പകരം വീട്ടുന്നത് ആരാണ്? ഉത്തരം അനുഭവസമ്പന്നൻ. പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്ത്? ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം. പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഉത്തരം ഭാര്യ. വേലിയില്ലാത്ത വസ്തുവിന് എന്ത് സംഭവിക്കും? ഉത്തരം കൊള്ള ചെയ്യപ്പെടും.
ഭാര്യയില്ലാതെ അലഞ്ഞു നടക്കുന്നവൻ എങ്ങനെയായിരിക്കും? ഉത്തരം നെടുവീർപ്പിട്ടുകൊണ്ട്. മരണതുല്യമായ ദുഃഖം എന്താണ്? ഉത്തരം സ്നേഹിതർ ശത്രുവായി മാറുന്നത്. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ദുഷിച്ച ഭാവനയെ. ചിലർ സ്നേഹിതനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഉദരപൂരണത്തിനു വേണ്ടി. നിന്റെ ഐശ്വര്യകാലത്ത് അവഗണിക്കാൻ പാടില്ലാത്തത് ആരെയാണ്? ഉത്തരം സ്നേഹിതരെ. ആരെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഉപദേശകനെ. ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം. പ്രഭാഷകൻ പറയുന്നത് ആരുടേതാണ്? ഉത്തരം ഉപദേശകൻ്റെ. ആരുടെ ഉപദേശം ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം നിന്നെ സംശയിക്കുന്നവരുടെ. ആരുടെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത്? ഉത്തരം നിന്റെ ഹൃദയത്തിൻ്റെ. ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ്? ഉത്തരം സ്വന്തം ഹൃദയം. അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടി? ഉത്തരം സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന്. എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം എന്താണ്? ഉത്തരം ചിന്ത. നിന്റെ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്താണ്? ഉത്തരം ചിന്ത. ചിന്തയുടെ 4 ശാഖകൾ എന്തെല്ലാമാണ്? നന്മയും തിന്മയും ജീവനും മരണവും. വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം മടിയനായ ദാസനോട്. എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത് ആരോടാണ്? ഉത്തരം നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനോട്. നന്മയുടെയും തിന്മയുടെയും ജീവൻ്റെയും മരണത്തിൻ്റെയും നിയന്താവ് ആരാണ്? ഉത്തരം നാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ പെരുമാറുന്നത് എങ്ങനെയാണ്? ഉത്തരം ബുദ്ധിശൂന്യരായി. ശത്രുക്കളെ സമ്പാദിക്കുന്നത് ആരാണ്? ഉത്തരം വാചാലതയുള്ളവൻ. വാക്കുകളിൽ ഒതുങ്ങുന്ന ജ്ഞാനം ആരുടേതാണ്? ഉത്തരം തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ. ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നത് എന്താണ്? ഉത്തരം സ്തുതി. ജ്ഞാനി ആദരം നേടുന്നത് എവിടെയാണ്? ഉത്തരം സ്വജനമധ്യേ. മകനെ ജീവിച്ചിരിക്കുമ്പോൾ എന്തു നടത്തണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ആത്മപരിശോധന. അതിരു കവിഞ്ഞ അഭിനിവേശം അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ആഡംബരത്തെക്കുറിച്ച്. രോഗത്തിന് കാരണമാകുന്നു എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം അമിതാഹാരം. അനേകരുടെ മരണത്തിന് ഇടയായിട്ടുള്ളതാണ് ഇത്. എന്താണ്? ഉത്തരം അമിതഭോജനം. വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? ഉത്തരം അത്യുന്നതനിൽ നിന്ന് വരുന്നു. അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്
ദൈവം മനുഷ്യർക്ക് നൽകിയത് എന്ത്? ഉത്തരം സിദ്ധികൾ. അർഹമായ സ്ഥാനം നീ നൽകേണ്ടത് ആർക്ക്? ഉത്തരം വൈദ്യന്. വൈദ്യസഹായം തേടേണ്ടി വരുന്നതാർക്ക്? ഉത്തരം സ്രഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. ആരെ ഓർത്താണ് നാം കരയേണ്ടത്? ഉത്തരം മരിച്ചവനെ ഓർത്ത്. മരണത്തിൽ കലാശിക്കുന്നത് എന്താണ്? ഉത്തരം ദുഃഖം. ദരിദ്രൻ്റെ ജീവിതം എന്തു നിറഞ്ഞതാണ്? ഉത്തരം ഹൃദയഭാരം. വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം പണ്ഡിതൻ്റെ വിജ്ഞാനം. ഭരണാധിപന്മാരുടെ മുൻപിൽ പ്രവേശനമുള്ളത് ആർക്കാണ്? ഉത്തരം നിയമപണ്ഡിതന്. നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത് എന്താണ്? ഉത്തരം അവിടുത്തെ അനുഗ്രഹം. അവിടുത്തെ മാർഗം ഋജുവായത് ആർക്ക്? ഉത്തരം വിശുദ്ധർക്ക്. അവരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? ഉത്തരം മരണദിനത്തെക്കുറിച്ച്. കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് എന്ത്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത്. നിശേഷം പരാജയപ്പെടുന്നത് ആരാണ്? ഉത്തരം പാപികൾ. അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയുള്ളത് എന്താണ്? ഉത്തരം കാരുണ്യം, ദൈവഭക്തി. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം എങ്ങനെയായിരിക്കും? ഉത്തരം മധുരം പോലെ. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം വീഞ്ഞും സംഗീതവും. സതുപദേശം എന്തിനേക്കാൾ ശ്രേഷ്ഠമാണ്? ഉത്തരം വെള്ളിയെയും സ്വർണത്തെയും കാൾ. അന്യസഹായം തേടേണ്ടി വരത്തില്ലാത്തത് ആർക്ക്? ഉത്തരം ദൈവഭക്തന്. ഭിക്ഷാടനത്തേക്കാൾ ഭേദമായത് എന്ത്? ഉത്തരം മരണം. ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ മേലാണ്? ഉത്തരം ആദത്തിൻ്റെ സന്തതികളുടെ മേൽ. കോപാവേശത്താൽ ആഞ്ഞടിക്കുന്നത് എന്ത്? ഉത്തരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റ്. നിർമാർജനം ചെയ്യപ്പെടുന്നതൊക്കെ എന്തെല്ലാമാണ്? ഉത്തരം കൈക്കൂലിയും അനീതിയും. അധികം ശാഖ ചൂടുകയില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതിയെക്കുറിച്ച്. ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്തെല്ലാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ്? ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആരൊക്കെ? ഉത്തരം സഹോദരരും സഹായകരും. കുഴലും കിന്നരവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ആസ്വാദ്യമായത് എന്താണ്? ഉത്തരം ഇമ്പമുള്ള മനുഷ്യൻ്റെ സ്വരം. എവിടെ വളരുന്ന ഞാങ്ങണയാണ് ഏത് പുല്ലിനെയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാൻ പറ്റുന്നത്? ഉത്തരം ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്നത്. കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് എന്താണ്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത്.